പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ അടുത്തു മകനെയുമായി ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ ഈ മധ്യാഹ്ന വേളയിൽ അറിയിക്കുക. പരസ്യമായി ഈ ദേശത്തോട് അല്പസമയം സംസാരിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ നിലയിൽ ഇവിടെ ഗാനങ്ങൾ പാടുകയും നിങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്ത പ്രിയ കർത്തദാസൻ ഐസക് ഫാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് ഇതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ കടന്നു വരികയും ഇവിടെയുള്ളവരെ പരിചയപ്പെടുകയും ഈ ദേശത്ത് ദൈവവചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഇവിടെ വരുവാൻ നിങ്ങളോട് സംസാരിപ്പാൻ ലഭിച്ച സന്ദർഭം വളരെ വിലപ്പെട്ടതായി കരുതുകയാണ്. ഉച്ചസമയം എന്ന് പറയുമ്പോൾ ചൂട് വളരെ ഉണ്ട്. ആളുകൾക്ക് പുറത്തൊക്കെ ഇറങ്ങി വേണ്ടതുപോലെ ഇത് ശ്രദ്ധിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അല്പസമയം ഇവിടെ സംസാരിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങൾക്കത് ഒരനുഗ്രഹമായി തീരും എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ദൈവവചനം എവിടൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം അനുഗ്രഹമുണ്ടായിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിന്റെ താളുകളിലൂടെ മാനവജാതിക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ വളരെയാണ്. പ്രത്യേകിച്ച് ഇവിടെ ദേവദാസൻ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിലും പല സോഷ്യൽ മീഡിയയിലുമൊക്കെ ഈ പ്രസംഗം കൊണ്ട് എന്താ ഗുണമെന്നൊക്കെ ചോദിക്കുന്ന ചിലരെങ്കിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഗുണം അനുഭവിച്ചറിയുന്ന അനേക ആയിരങ്ങളുണ്ട്. ഒരിക്കൽ ഒരു ഉപദേശി സുവിശേഷം പ്രസംഗിച്ചു. ആളുകളെല്ലാം കൂടി അദ്ദേഹത്തോട് ചോദിച്ചു, സുവിശേഷം കൊണ്ട് എന്താ ഗുണം? ഒരാള് ചോദിച്ചത് ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന പോലെ ദൈവമൊന്നുമില്ല, ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉപദേശി ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം എവിടെയൊക്കെ നടത്തിയിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ശരി, ഇപ്പൊ നമുക്കൊരു ഡിബേറ്റ് വെക്കാം. നിങ്ങളുടെ പ്രസംഗം കൊണ്ട് ഗുണപ്പെട്ട 10 പേരെ നിങ്ങൾ കൊണ്ടുവരിക, ഞാൻ പ്രസംഗിച്ച് മാനസാന്തരപ്പെട്ട 10 പേരെ ഞാൻ കൊണ്ടുവരാം. ഈ ഉപദേശി ആളുകളെ എല്ലാം കൂടി ചേർത്ത് നിർത്തി 2 സാക്ഷികളെ നിർത്തി ഈ കാര്യം പറഞ്ഞപ്പോൾ ദൈവമില്ലെന്ന് പ്രസംഗിച്ചത് ഈശ്വരവാദി ഓടിപ്പോവുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരാള് പോലും മാനസാന്തരപ്പെട്ടിട്ടില്ല. ദൈവമില്ലെന്ന് പ്രസംഗിച്ചാൽ മാനസാന്തരപ്പെടുകയില്ല. പക്ഷേ യഥാർത്ഥമായ ദൈവവചന സത്യം പ്രസംഗിച്ചാൽ അവിടെ മാനസാന്തരമുണ്ട്, അവിടെ മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റമുണ്ട്, മദ്യപാനത്തിൽ നിന്നുള്ള മോചനമുണ്ട്, തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടുകയാണ്, ആശയറ്റ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ആയിരങ്ങൾ ജീവിതങ്ങളിൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ സുവിശേഷം മൂലം നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ കോണിൽ നമ്മളെ ചിന്തിച്ചേക്കാം, അർത്ഥാൽ ഇതുകൊണ്ട് എന്താ ഗുണം എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. പക്ഷേ പറയട്ടെ, കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് അനവധി ആളുകളുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ ആയാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇതുപോലെ താറാവ് കൃഷി നടത്തി, ഇതുപോലെ സായാഹ്നത്തിൽ ഞങ്ങൾ 5-6 പേരുണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ താറാവ് കൃഷി നടത്തിയ തൈമൂട്ടിൽ ടോണി എന്ന് പറയുന്ന സഹോദരൻ, അവന്റെ ജീവിതത്തിലെല്ലാം നഷ്ടം വന്നു, കുടുംബത്തിൽ വലിയ തകർച്ചയുണ്ടായി. അവസാനം മരിക്കുവാൻ ഒരു കുട്ടി വിഷവുമായി പ്രസംഗം കേട്ട് നിൽക്കുക. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹം ആടിയാടി വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. സാധാരണ ഞങ്ങളങ്ങനെ പ്രസംഗിക്കുമ്പോൾ ചിലർ ആടിയാടി നിൽക്കാറുണ്ട്. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി.
ജീവിതം അവസാനിപ്പിക്കുവാൻ ഒരു കുട്ടി വിഷവുമായിട്ടാണ് വന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്ന് കാണക്കാരിക്കടുത്ത് അദ്ദേഹം താമസിക്കുന്നുണ്ട്. 2 മക്കളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മകന്റെ വിവാഹമായിരുന്നു. ഡോക്ടറെയാണ് വിവാഹം കഴിച്ചത്. ഒരു മകൻ ഗൾഫിലാണ്. ഏലപ്പാറയ്ക്കടുത്ത് 6 ഏക്കർ സ്ഥലമുണ്ട്. വലിയ ബംഗ്ലാവ് പോലൊരു വീട് പണിതിട്ടുണ്ട്. നോക്കണം, ഒരു ദിവസം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തുടങ്ങിയ മനുഷ്യൻ ഇന്ന് പാസ്റ്ററാണ്, കർത്താവിന്റെ വേല ചെയ്യുന്നു. എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, സുവിശേഷം കേൾക്കുന്നിടത്ത് ഏത് വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ഈ നിർമ്മലമായ സുവിശേഷം. അതുകൊണ്ടാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. അങ്ങനെ 100 കാര്യം പറയാനുണ്ട്. അനവധി പേരെ ഇത് രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളതാണ്. മദ്യത്തിന്, മയക്കുമരുന്നിന്, കഞ്ചാവിന്, ഈ നാക്കിൽ ഇതുമൊക്കെ വെച്ച് നടക്കുന്ന ഇവിടെ പതിയപ്പാടിയിലുള്ള ഒരു ബിജോയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ട്. അവന്റെ പുറകെ ഞാൻ മാങ്ങാനത്തായിരുന്നപ്പോൾ അനവധി പ്രാവശ്യം ചെന്നു. കൂട്ടുകെട്ടും ആ നിലകളിലുള്ള ഇടപാടുകളും ഒക്കെ അവന്റെ ജീവിതം പാടെ ഞങ്ങളുമായിട്ട് അടുപ്പിച്ചില്ല. പലവട്ടം പുറകെ ചെന്ന് അവന്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തി. അവസാനം ഒരു ദിവസം അവൻ അനുതാപത്തോടെ ഏറ്റു പറഞ്ഞു, ഇന്ന് ഒരു പാസ്റ്റ് കണക്കെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. എന്തിനാണ് പറഞ്ഞു ചോദിച്ചാൽ, ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതാണ് സുവിശേഷം. അതുകൊണ്ട് ദേശത്തുള്ള ഞങ്ങളുടെ മാന്യ പ്രിയപ്പെട്ടവരെ, ഒരല്പസമയം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. എന്താ സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അതാരാണ്? അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇപ്പൊ ചില ആളുകൾ ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടതല്ലേ യേശു ക്രിസ്തു? ഹൈന്ദവർക്ക് വേറെ ദൈവമുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട് ദൈവങ്ങൾ, ശബരാസ്ത്രക്കുണ്ട് ദൈവങ്ങൾ. അന്ന് വേണ്ട മതങ്ങൾക്കെല്ലാം അവരുടേതായ ഗുരുക്കന്മാരും ദൈവങ്ങളുമുണ്ട്. ക്രിസ്ത്യാനികൾക്കുള്ള ദൈവമല്ലേ യേശു ക്രിസ്തു? അല്ല അല്ല അല്ല. യേശു ക്രിസ്തു ഒരു പ്രത്യേക മതം സ്ഥാപിക്കുവാൻ വന്നതല്ല. യേശു ക്രിസ്തുവിനൊരു മതമില്ല. യേശു ക്രിസ്തു മാനവർഗത്തിന്റെ രക്ഷിതാവാണ്. മനുഷ്യകുലത്തിൽ പിറന്നു വീണ സകല മാനവജാതിയുടെയും രക്ഷകനാണ് ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാണ് സുവിശേഷം. എന്തുകൊണ്ടാണ് ക്രിസ്തു സുവിശേഷമായി മാറിയത്? യേശു ക്രിസ്തു ജനിച്ചതുപോലെ ആരും ജനിച്ചില്ല. യേശു ജീവിച്ചതുപോലെ ആരും ജീവിച്ചില്ല. യേശു മരിച്ചതുപോലെ ആരും മരിച്ചില്ല. യേശു ഉയർത്തതുപോലെ ആരും ഉയർത്തില്ല. യേശു മടങ്ങി വരുന്നത് പോലെ ആരും മടങ്ങി വരുന്നില്ല. അതുകൊണ്ട് ഇതുപോലെ നിസ്തുല്യനും അത്ഭുതവാനും, ഒന്നുകൂടെ പറഞ്ഞാൽ പാപികൾക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ട് പാപത്തിന് ശമ്പളമായ മരണം ഏറ്റെടുത്ത് മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും മാനവന്റെ നടുവിൽ നിസ്തുല്യനായി ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ ഇത്രയും ഔന്നത്യമുള്ള ഉന്നതനായ ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ചരിത്രം എന്നും നിസ്തുല്യമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്തു ഭൂമിയിൽ പിറന്നത്? പറയാം, മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ. ഇവിടെ ദേവദാസൻ പറഞ്ഞ പോലെ MDMA ഒക്കെ കഴിച്ച് കുഞ്ഞുങ്ങൾ തന്നെ ചെറിയ മുട്ടായി കഴിക്കാൻ തുടങ്ങി. പിന്നെ അതിന് അഡിക്റ്റായി മാറി. അത് പിന്നെ MDMA ആയി. ആ നിലകളിൽ ഭയങ്കരമായ മയക്കുമരുന്ന് അടിമകളായി ഇന്നത്തെ യൗവനക്കാർ മാറുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസുകാർ പിടിച്ചു ഒരു ചെറുപ്പക്കാരൻ MDMA ഒരു പാക്കറ്റോടുകൂടെ കഴിച്ചു. അവൻ മരിച്ചുപോയ ആ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടതാ. നോക്കണേ, ഈ നിലവിലുള്ള മയക്കുമരുന്ന്, കഞ്ചാവ്, LSD, ഫെറസ് എന്ന് വേണ്ട മനുഷ്യനെ മയക്കുന്ന, അവന്റെ ഹൃദയത്തെ മതിക്കുന്ന, അവന്റെ ജീവിതത്തെ ഏതോ 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 താളം തെറ്റിക്കുന്ന ഈ നിലയിലുള്ള ആ അനുഭവങ്ങളിലേക്ക് അവനെ കടത്തിവിടുന്ന മാരകരമായ മയക്കുമരുന്നിന് ഇന്നത്തെ യൗവന ലോകം അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുന്നവരാണ്. അവരെ കോളേജിലോ സ്കൂളിലോ ഒക്കെ അയക്കുമ്പോൾ നമുക്കൊരു സ്വപ്നമുണ്ട്, അവര് നല്ല നിലയിൽ വളർന്ന് അവരുടെ ഭാവി ധന്യമായി തീരണം, അവർ ഉയർച്ച തന്നെ പ്രാപിക്കണം, ഉന്നമനം പ്രാപിക്കണം, അവരാരും നഷ്ടപ്പെട്ടു പോകരുത്. പക്ഷേ അവരെ ആ മയക്കി വലയിലാക്കി അവരുടെ ജീവിതത്തിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന ഈ ലോകത്തിലെ സന്തോഷമാണ് വലുതെന്ന് പറഞ്ഞ് ആ നിലകളിൽ അവരുടെ ജീവിതത്തെ കുരുക്കിടുന്ന മാരകരമായ ഇങ്ങനെയുള്ള മദ്യമാഫിയകൾ, എന്തിനേറെ പറയണം മയക്കുമരുന്നിന്റെ മാഫിയകൾ ഇന്ന് ദേശത്ത് വാണുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശക്തികളാണ് ഇന്ന് അനേക വ്യക്തികളെ യമകാല മുറിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്, തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്, സ്വാർത്ഥതയിലേക്ക്, തകർച്ച
തകർച്ചയിലേക്ക്, ദുഃഖത്തിലേക്ക് എത്രയോ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിന്റെ ചരിത്രം കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വേദന തോന്നി. സന്തോഷത്തോടെ ജീവിച്ച കുടുംബം ഇന്ന് അടിച്ചു വിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിന്റെ പിന്നിൽ വ്യാപരിച്ചത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ശക്തികളാണ്. സുഖകരമായ കുടുംബജീവിതത്തെ അതിൻ്റെതായിരിക്കുന്ന ദോഷവശങ്ങളിലേക്ക് തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ നിലകളിൽ മനുഷ്യനെ മയക്കുന്ന മാരകരമായ ശക്തികളാണ്. ഇതാണ് ഇന്നത്തെ കാലത്തിന്റെ നടുവിൽ ഇത്രയും ഉയർന്ന മനുഷ്യൻ ഈ കോട്ടയം സാക്ഷര കേരളം, ആ സാക്ഷരത നിറഞ്ഞ സ്ഥലമാണ്. അതിന്റെ തിരുമുറ്റമാണ് കോട്ടയം. സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് പറയുന്ന സാക്ഷരത ഒത്തിരി സമ്പാദിച്ച നേടിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ നിരക്ഷര കുട്ടിയേക്കാൾ, അഭ്യസ്ത വിദ്യനേക്കാൾ, വിദ്യ അഭ്യസിച്ചവനേക്കാൾ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഈ നിലകളിലുള്ള വേദനിപ്പിക്കുന്ന ഒരുപിടി സംഭവങ്ങൾ കാണുമ്പോൾ സ്നേഹിതരെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? മനുഷ്യനൊരു മോചനം വേണ്ടേ? നിങ്ങൾ ചോദിച്ചേക്കാൻ ഇത് പ്രസംഗിക്കാൻ മോചനം ഉണ്ടാകുമോ? പറയട്ടെ, മനുഷ്യനെ ബോധവൽക്കരിക്കുവാൻ ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പോലീസ് അധികാരികൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയ നിവർത്തി നോക്കിയാൽ ഫോൺ നമ്പറുകൾ കാണാം. എവിടെയെങ്കിലും ആരെങ്കിലും ആ നിലകളിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാണെങ്കിൽ അവരെ കുറിച്ച് പറയുക, അവരെ കുറിച്ച് അറിയിക്കുക, അങ്ങനെയുള്ള മാഫിയയെ കുറിച്ച് അറിയിക്കുക. എന്താണ് ഇതിന്റെ ഉദ്ദേശം? മനുഷ്യന് അറിവ് കൊടുക്കുകയാണ്. മനുഷ്യൻ അറിയേണ്ടത് അറിഞ്ഞെങ്കിലേ ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായ മിഥ്യ വിട്ട് സത്യത്തിലേക്ക് അവന് തിരികെ വരാൻ കഴിയത്തുള്ളൂ. പക്ഷേ പാപത്തിന്റെയും ശാപത്തിന്റെയും ശക്തി ഇന്ന് മനുഷ്യനെ തകർച്ചയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക സുഖത്തിന് വേണ്ടി, തൊലിപ്പുറത്തെ സുഖത്തിന് വേണ്ടി, താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ലൈംഗിക വിക്രിയകളും അവൻ കാട്ടിക്കൂട്ടുന്ന താൽക്കാലിക സുഖങ്ങളും അവന്റെ വിചാരം ഇതാണ് നിലനിൽക്കുന്നതല്ല. ഇതെല്ലാം നാശത്തിലേക്കും നരകത്തിലേക്കും തകർച്ചയിലേക്കും അവനെ കൊണ്ടെത്തിക്കുന്നതാണ്. സ്നേഹിത, താൽക്കാലിക സുഖത്തിന് വേണ്ടി ഒരു ഭഗ്യ അടിച്ചിട്ട്, കഞ്ചാവ് അടിച്ചിട്ട്, മയക്കുമരുന്ന് അടിച്ചിട്ട് അത് സുഖമാണെന്ന് തോന്നിയാൽ ഓർത്തോളം നിന്റെ ജീവിതത്തെ നരകത്തിലേക്ക് വലിച്ചിഴക്കുന്ന പാപത്തിന്റെ കനത്ത ശക്തിയാണ് അതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത്. മനുഷ്യനെ തകർച്ചയിലേക്ക് എത്തിക്കുന്ന ഈ നിലകളിലുള്ള മാരകരമായ മയക്കുമരുന്നുകളും മദ്യപാനവുമൊക്കെ ഇതാ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മതമില്ല, അവിടെ പ്രത്യേക ജാതിയില്ല. സകല സമൂഹത്തിലുള്ള സകല ആളുകളുടെയും ഈ നിലകളിലുള്ള മാരകരമായ ശക്തിയോടുകൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ നടുവിൽ മനുഷ്യന്റെ അകത്തലങ്ങളിൽ ഉൾബോധത്തിൽ അവനൊരു വിടുതൽ വേണ്ടേ? അവന്റെ ജീവിതം ഒന്ന് മാറണ്ടേ? അവന്റെ സ്ഥിതി ഒന്ന് മാറണ്ടേ? കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന, ആത്മഹത്യയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനൊരു മാറ്റം വേണ്ടേ? അതിന് പരിഹാരത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മാർഗമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. നിങ്ങൾ കേട്ടാലും കേൾക്കാനാലും ഞങ്ങൾ പറയാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മാർഗമാണ് സുവിശേഷം. സ്നേഹിത, ദൈവം വെട്ടിത്തുറന്നൊരു പാതയാണ് സുവിശേഷം. നിന്നെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ദൈവിക സ്നേഹത്തിന്റെ മാർഗമാണ് സുവിശേഷം. അത് ദൈവസന്നിധി നകന്നുപോയ ഏത് പാപിക്കും ആ വഴിയെ അടുത്തു വരാം. ഏത് രോഗിക്കും സൗഖ്യം പ്രാപിക്കാം. ഏത് തകർന്നവനും ജീവിതം പണിതെടുക്കാം. ആശയറ്റ് ജീവിതത്തിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആത്മഹത്യ ഒരു പരിഹാരമല്ല. ആത്മഹത്യ കൊണ്ടൊന്നും നടക്കുന്നില്ല. മറിച്ച് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന ദൈവശബ്ദമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സത്യത്തിലേക്ക് കടന്നു വരുവാൻ സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്.